ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. 1-2 ദിവസമായിട്ട് പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അതാണ് സൗണ്ട് ഇങ്ങനെ. അപ്പോൾ നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അവിടേക്കാണ് നമ്മൾ രണ്ടുപേരും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാബിലെ ഡോക്ടറെ കൂടെ ഒന്ന് കാണാമല്ലോ. നമ്മളൊരു 12:30 നേരമൊക്കെ ആകുമ്പോഴാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയത്. ഇവിടെ ആ നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടും കാറ്റിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഷോളൊക്കെ വലിച്ചിട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സൺഡേ ആണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ സൺഡേ ആയാലും ഇവർക്ക് ലീവൊന്നുമില്ല. എന്നെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ടൈമിന് ഇത്തിരി നേരത്തിനായിട്ട് വന്നതാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ചെറിയ ഹോസ്പിറ്റൽ സെറ്റപ്പ് ഒക്കെ. നമ്മൾ ആദ്യമായിട്ടാട്ടോ ഈ ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കാണിക്കാനൊക്കെ വളരെ കുറഞ്ഞ പൈസയുള്ളൂ, 50 രൂപയ്ക്ക് കാര്യം. പക്ഷെ ഒരു 4-5 മെഡിസിനൊക്കെ എഴുതി തന്നിരുന്നു. നമ്മളത് അവിടുന്ന് തന്നെ മെഡിസിനൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞാനിവിടെ പോയിട്ട് ഒരാഴ്ചയുടെ അടുത്തായെങ്കിലും നമുക്ക് ഡേ ടൈമിലൊന്നും ഇങ്ങനെ പുറത്തേക്ക് കറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഫുൾ ടൈം ഡ്യൂട്ടി ഉണ്ടാവും. ഫുഡ് കഴിക്കാനുള്ള കുറച്ച് നേരം അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് കുറച്ച് ടൈം കിട്ടുള്ളൂ. അപ്പോൾ ഇന്നൊന്ന് ഈ ഡോക്ടറെ കാണിക്കേണ്ട പേരും പറഞ്ഞിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൊണ്ട് ഇവിടെ അടുത്തുള്ളൊരു മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വണ്ടിയൊക്കെ നിർത്തി നമുക്ക് കുറേ നടക്കാനുണ്ട് കേട്ടോ. കുറേ ഉള്ളിലേക്കൊക്കെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറേ കാണാനും നടക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഉള്ള ഒരു ലസ്സി ഷോപ്പിലെത്തി. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഈ ലസ്സിയും സാധനങ്ങളൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലെ വേറൊരു ദിവസം എനിക്ക് ലസ്സി മേടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല ലസ്സി. പക്ഷെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ലസ്സി. അങ്ങനെ ഒരു ഗ്ലാസ് ലസ്സി മേടിച്ചു. അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കി. പക്ഷെ അപ്പോഴും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറേ നടന്ന് എല്ലാം ഒന്നും കണ്ടു. കമ്മലും മാലയും ഡ്രസ്സുകളും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഓരോ ഷോപ്പിലൊക്കെ കയറി ഓരോന്നിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ അത്ര വെയിലൊന്നുമില്ലേലും ഈ നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. അവിടെ നല്ല അടിപൊളി കളർഫുൾ ചെരുപ്പുകളൊക്കെ കണ്ടു കേട്ടോ. ഈ ചെരുപ്പിനൊക്കെ ഏകദേശം ഒരു 250-300 ആ ഒരു റേഞ്ചിലൊക്കെ ചെരുപ്പ്. നമുക്കൊന്ന് വില പേശി കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് ലാഭത്തിൽ കിട്ടും. ഡ്രസ്സുകൾക്കൊന്നും നമ്മുടെ നാട്ടിൽ അത്ര പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ. ചുരിദാർ ഫുൾ സെറ്റായിട്ട് ഏകദേശം ഒരു 700-800 കിട്ടും. 1000 നല്ല ചുരിദാർ ഫുൾ പാൻറ്റും ഷോളൊക്കെ ഉള്ള സെറ്റ് കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ ഫുള്ള് കറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നമ്മൾ അടുത്ത ലക്ഷ്യം ഫുഡ് അടി. സമയം അപ്പം തന്നെ ഏകദേശം ഒരു 2 നേരമൊക്കെ ആയിരുന്നു. നമുക്ക് രണ്ടുപേർക്കും നല്ല നോൺ വെജ് ഹോട്ടൽ. പഞ്ചാബിലൊരു നോൺ വെജ് ഹോട്ടലിലൊക്കെ ഇറങ്ങിയതാണ്. പക്ഷെ ഇവിടെ നോൺ വെജ് ഹോട്ടലില്ല. കുറേ ഇങ്ങോട്ട് പോകുന്നിട്ട് ഒരു നോൺ വെജ് ഹോട്ടൽ പോലും നമ്മൾ കണ്ടില്ല. അങ്ങനെ ഒരു നോൺ വെജ് ഹോട്ടലിന് വേണ്ടി നമ്മൾ ഒരുപാട് കറങ്ങി. എനിക്കാണെങ്കിലും നമ്മൾ നാട്ടിൽ കിട്ടുന്ന ആവി പറക്കണ പോലത്തെ പൊറാട്ടയും ചിക്കൻ കറിയും കഴിക്കാൻ കൊതിയായിട്ട്. പക്ഷെ നമ്മൾ എവിടെയും ഒരു നോൺ വെജ് ഹോട്ടൽ കണ്ടില്ല. വെയിൽ കൊണ്ട് ലാസ്റ്റിൻ്റെ കോലം ഇങ്ങനായി. തെരഞ്ഞ് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചൊരു ഹോട്ടലാണത്. നമ്മൾ ഒരുപാട് തെണ്ടിയിട്ട് ലാസ്റ്റ് ഒരു നോൺ വെജ് കട കണ്ടുപിടിച്ചു. പഞ്ചാബിലെ നോൺ വെജ് ഹോട്ടലിൽ തപ്പി ഇറങ്ങിയിട്ട് നമ്മൾ ക്ഷീണിച്ചു. നമ്മൾ എന്ത് തപ്പിട്ട് ഇറങ്ങിയത്? ചൂടുള്ള പൊറോട്ട, ആയി വെറുക്കുന്ന പൊറോട്ട, ചിക്കൻ കറി. ആയി പറക്കുന്ന പൊറോട്ട ചിക്കൻ കറി കഴിക്കുക. കൊതി വന്ന് നമുക്ക് എത്ര കിലോമീറ്റർ പോയി നമ്മൾ? 8 കിലോമീറ്റർ പോയി. എന്നിട്ട് നോൺ വെജിറ്റേറിയൻ കണ്ടാ? പെല്ലുകിട്ടിൽ തെറ്റാണെന്നേ ഉള്ളൂ. നമ്മൾ ആ ഷോപ്പിന്റെ പുറത്ത് എഴുതിയ ബോർഡിന്റെ പേരായിട്ടോ പറഞ്ഞത്. നോൺ വെജ് എന്നാണ് എഴുതിയിരുന്നത്. അതൊക്കെ പറഞ്ഞിരിക്കുന്നു. എത്ര ദിവസമായി ചിക്കൻ കഴിച്ചിട്ട്? നമ്മളിപ്പോൾ കൊതി പറയാൻ കാരണം വേറൊന്നുമല്ല. നമ്മൾ താമസിക്കുന്നത് ഒരു പഞ്ചാബി ഫാമിലിയുടെ വീട്ടിൽ. അതായത് അവരുടെ മേലത്തെ റൂം നമുക്ക് റെന്റിന് തന്നേക്കാണ്. അപ്പോൾ അവർ സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞ കാര്യമാണ് നോൺ വെജ് അവിടെ കുക്ക് ചെയ്യരുത്, പുറത്ത് പോയി കഴിക്കുന്നത്.
പുറത്ത് പോയി കഴിക്കേണ്ട അവസ്ഥ തന്നെ. ഒരുപാട് പോകാനൊരു നോൺ വെജ് ഹോട്ടൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് ഇത്രയും കൊതി പറഞ്ഞ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. ചിക്കൻ കറി ആണെങ്കിലും നമ്മുടെ നാട്ടിൽ ഏകദേശം ടേസ്റ്റൊക്കെ വരുന്ന കറിയായിരുന്നു. പക്ഷെ നമുക്ക് കേരള പൊറോട്ട ഒന്നും കിട്ടിയില്ല. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ അവിടുന്ന് 2-3 സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റേതായിട്ടുള്ള പല ക്യാമറ ആംഗിളുകളാണ്. ഞാൻ തന്നെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അങ്ങനെ അന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.